ഇന്ന് ഭരണഘടനാ ദിവസമാണ്. 12 വർഷം മുമ്പ് ഇതേ ദിവസം, 12 വർഷമല്ല 2012 ഇതേ ദിവസം രൂപീകരിക്കപ്പെട്ടതാണ് ആം ആദ്മി പാർട്ടി. ആന്റി കറപ്ഷൻ പ്ലാൻ, ആന്റി കറപ്ഷന്റെ ബേസിസിലാണ് ആം ആദ്മി പാർട്ടി പൊങ്ങി വന്നത്. അടുത്ത വർഷം തന്നെ ഡൽഹി ഭരണത്തിൽ വന്നത്. ഡൽഹി ഭരണത്തിന്റെ സവിശേഷത എല്ലാവർക്കും അറിയാമോ എന്നറിയില്ല, പക്ഷേ 2 കോൺസിക്യൂട്ടീവ് ടേംസിൽ കേജ്രിവാളിന്റെ ഭരണ പരിഷ്കാരങ്ങൾ 20,000 ലിറ്റർ വെള്ളം, 200 യൂണിറ്റ് വൈദ്യുതി, ഇതെല്ലാവർക്കും അക്രോസ് ദ ബോർഡ് ഫ്രീ കൊടുത്തിരുന്നു. എല്ലാ മഹിളകൾക്കും അവിടുത്തെ ഡൽഹി ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ ഫ്രീ റൈഡ് ആയിരുന്നു. ഒരു ചോദ്യം ചോദിക്കാതെ മഹിള ആണെന്നുള്ള ഒരൊറ്റ കൺസിഡറേഷനിൽ തന്നെ അവരെ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യിച്ചിരുന്നു. മൊഹല്ല ക്ലിനിക്കുകൾ, അതായത് നമ്മുടെ ഇവിടുത്തെ PHC പോലെ ഓരോ ജംഗ്ഷനുകളിലും ഓരോ വില്ലേജുകളിലും മൊഹല്ല ക്ലിനിക്ക് സ്ഥാപിച്ച് ഫ്രീ ട്രീറ്റ്മെന്റ് അവിടെ എല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചു. അതുപോലെ പ്രായമായവർക്ക് പിലിഗ്രിമേജ്, അവർക്ക് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള ഫ്രീ ആയിട്ടുള്ള സൗകര്യങ്ങൾ. അവിടെ ഡൽഹിയിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടന്നിരുന്ന MCD സ്കൂളുകൾ, മുനിസിപ്പൽ കോർപ്പറേഷൻ ഓഫ് ഡൽഹിയുടെ സ്കൂളുകൾ, അതിനകത്ത് പഠിക്കുന്ന വെറും പാവപ്പെട്ടവരുടെ മക്കൾ മാത്രമായിരുന്നു. ആ സ്കൂളുകളെയെല്ലാം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള സ്കൂളുകളായി കൺസ്ട്രക്ട് ചെയ്ത് നല്ല അധ്യാപകരെ റിക്രൂട്ട് ചെയ്ത് അതിന്റെ പെർഫോമൻസ് കാരണം ലക്ഷക്കണക്കിന് കുട്ടികൾ പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്നും ഗവൺമെന്റ് സ്കൂളിലേക്ക് വരികയും അവിടെ നീറ്റിലും അല്ലെങ്കിൽ മറ്റു എക്സാമുകളിലും ഒക്കെ പാസ്സായി വലിയ വലിയ നിലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന അതിനെ പിന്തുടർന്ന് അതിനുശേഷം വന്ന ഇലക്ഷനിൽ പഞ്ചാബ് എന്ന് പറയുന്ന സ്റ്റേറ്റും ആം ആദ്മി പാർട്ടി കീഴടക്കി. ഡൽഹിയിൽ കൊടുത്തുകൊണ്ടിരുന്ന എല്ലാ വെൽഫെയർ മെഷേഴ്സും ഇപ്പോൾ ആം ആദ്മി പാർട്ടി പഞ്ചാബിലും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആം ആദ്മി പാർട്ടി അതിനുശേഷം വളർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇപ്പോൾ ഗോവയിലും ഗുജറാത്തിലും പിന്നെ കാശ്മീരിലും നമുക്ക് MLA മാരുണ്ട്. അങ്ങനെ ഒരു ആന്റി കറപ്ഷൻ ഫോറത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ സേവിക്കാനുള്ള ഒരു പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി വന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ അഭ്യസ്തവിദ്യരും നല്ല ലെവലിൽ ജോലി ചെയ്തിരുന്നവരും അല്ലെങ്കിൽ പൊതുജന പ്രവർത്തകരായിരുന്ന ലാഭേച്ഛ കൂടാതെ ജനങ്ങളെ സേവിക്കാം എന്നുള്ള ഉദ്ദേശത്തിലുള്ള ഒരു ആൾക്കാരുടെ കൂട്ടായ്മ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയാണ്. പാലായിൽ നിന്ന് തന്നെ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ 3 കാൻഡിഡേറ്റ്സിനെയാണ് പ്രൊജക്ട് ചെയ്യുന്നത്. 3 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. ഒന്ന് 6-ാം വാർഡിൽ സിബി വരിക്കാനി, 19-ാം വാർഡിൽ ജോയ് കളരിക്കൽ ആൻഡ് 26-ാം വാർഡിൽ രാജു താന്നിക്കൽ. ഇതാണ് 3 ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയിലെ കാൻഡിഡേറ്റ്സ്, മത്സരാർത്ഥികൾ. അതുകൂടാതെ ബ്ലോക്കിൽ ഞങ്ങൾ 5 സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്. ലാലം ബ്ലോക്കിൽ 2, ലാലം ബ്ലോക്കിൽ 4, ഉഴവൂർ ബ്ലോക്കിൽ 1. അങ്ങനെ 4 കാൻഡിഡേറ്റ്സ് ഞങ്ങൾക്ക്, 5 കാൻഡിഡേറ്റ്സ് ഞങ്ങൾക്ക് ബ്ലോക്കിലുണ്ട്. അതുകൂടാതെ കരൂർ പഞ്ചായത്തിലും രാമപുരം പഞ്ചായത്തിലും കടനാട്, എലിക്കുളം എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾക്ക് വാർഡിൽ കാൻഡിഡേറ്റ്സ് ഉണ്ട്. പഞ്ചായത്ത് വാർഡുകളിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുണ്ട്. അവര് എല്ലാവരും തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ലാഭവും പ്രതീക്ഷിക്കാതെ ജനങ്ങൾക്ക് നന്മ ചെയ്യാനുള്ള ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. കാരണം ഫിനാൻഷ്യലി ഒരുവിധം സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് വന്നിരിക്കുന്നത്. കേജ്രിവാളിന്റെ പ്രവർത്തനം കണ്ട് അതിൽ ആകൃഷ്ടരായി ജനസേവനം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം വന്നിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ തന്നെ ഇവിടെ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല ഭരണം കാഴ്ചവെക്കുന്ന, ഇപ്പോൾ ഞങ്ങൾക്ക് ഭരിക്കാനുള്ള ഒരു ലെവലിലല്ല ഞങ്ങൾ മത്സരിക്കുന്നത്. 3 സീറ്റേ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്നുള്ളൂ. പക്ഷെ ആ 3 സീറ്റിൽ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഏത് പാർട്ടി ഭരിച്ചാലും ആ പാർട്ടിയുടെ ദുർഭരണം നടത്താതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ശ്രദ്ധിക്കും, ഞങ്ങൾ ഇടപെടും എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. നമുക്കറിയാം ഇപ്പോൾ
പാലായിൽ എന്നുള്ളതല്ല, എല്ലാ മുനിസിപ്പാലിറ്റികളിലും, എല്ലാ സ്റ്റേറ്റിലും, നമ്മുടെ സ്റ്റേറ്റിൽ വരെ ടോട്ടൽ എല്ലായിടത്തും ദുർഭരണങ്ങളും ഭയങ്കര ദുർച്ചെലവുകളും കൊണ്ട് എല്ലാവരും വലഞ്ഞിരിക്കുകയാണ്. നമുക്ക് തരാൻ ഗവൺമെന്റിന്റെ കയ്യിലൊന്നുമില്ല. നമ്മുടെ നിന്ന് ടാക്സ് ആയിട്ടും മറ്റുമായിട്ടും എല്ലാം വാങ്ങിയെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൂടാതെ ഭഗവാനെ പോലും മോഷ്ടിച്ച്, ഭഗവാന്റെ ഐറ്റങ്ങൾ പോലും മോഷ്ടിച്ച് വിറ്റ് തിന്നുന്ന ഒരു സമൂഹത്തിൽ, ഒരു ഭരണകൂടത്തിന്റെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു അറുതി വരുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ആം ആദ്മി പാർട്ടി ഈ ഇലക്ഷനിൽ, ഈ തദ്ദേശ സ്വയംഭരണ ഇലക്ഷനിൽ മത്സരിക്കുന്നത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ എല്ലാവരെയും നല്ല വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് നിങ്ങൾക്ക് ആം ആദ്മി പാർട്ടിയുടെ ശരിക്കുമുള്ള മുഖം കാണാനും ഞങ്ങളുടെ ജനക്ഷേമപരമായ ഒരു ഭരണത്തെ നിങ്ങൾക്ക് അനുഭവിക്കാനുമുള്ള സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാക്കി തരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇവിടെ 26-ാം വാർഡിൽ 8-9 ഫാമിലികൾ താമസിക്കുന്ന ഒരു ചെറിയ സ്ഥലമുണ്ട്. ആ 8-9 ഫാമിലികൾ താമസിക്കുന്ന അവർക്ക് അവരുടെ വീടുകളിലേക്ക് ചെല്ലാൻ വഴിയില്ല. പല മുനിസിപ്പാലിറ്റിക്ക് അകത്തെ ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഓർക്കണം. ഒരു രോഗിയായ ഒരാളെ എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 150-200 മീറ്റർ ദൂരം പോയി കഴിഞ്ഞാലേ ഒരു റോഡ് ചെന്ന് തീരുന്ന സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. ആ റോഡിന് ഒരു 3-4 സെന്റ് സ്ഥലം ഒരു മഠവും ഒരു പ്രൈവറ്റ് പാർട്ടി വിട്ടുകൊടുത്താൽ അവരുടെ വീട്ടിലേക്ക് റോഡ് വെട്ടാവുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. പക്ഷേ മുനിസിപ്പാലിറ്റിയിൽ ആരും അതിനെ ശ്രമിച്ചതായിട്ടോ അല്ലെങ്കിൽ ശ്രമിച്ചെങ്കിലും അവർക്ക് അത് വിജയിക്കാനോ കഴിഞ്ഞിട്ടില്ല. ആം ആദ്മി പാർട്ടി ഈയുടെ ഇലക്ഷൻ ജയിച്ചാലും തോറ്റാലും ആ പറയുന്ന റെസിഡൻസിന് വേണ്ടി ഞങ്ങൾ ഫൈറ്റ് ചെയ്യും, ലീഗലി നോക്കും, ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് നോക്കും. ഇതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥലം ഞങ്ങൾ അവരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയെങ്കിലും ആ വീടുകളിലേക്കുള്ള വഴികൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഒരു വശത്ത് 86 സ്റ്റെപ്പ് ഇറങ്ങിയാലേ ആ സ്ഥലത്തേക്ക് എത്തുള്ളൂ, അതൊരു ഇടവഴി കൂടി. മറുവഴി വണ്ടി വരുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഏകദേശം 150-200 മീറ്റർ പോയി കഴിഞ്ഞാലേ അവരുടെ വീടുകളിലേക്ക് ഇടവഴികളിൽ കൂടി എത്താൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആ സ്ഥലത്തിൽ, അങ്ങനെയൊക്കെയുള്ള സ്ഥലം പാലാ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ട് എന്നുള്ള വിവരം ജനങ്ങൾ അറിയണം. അങ്ങനെയുള്ള മോശമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരെ ഉദ്ധരിക്കാനും മോശമായ പ്രവൃത്തികളെ ബ്ലോക്ക് ചെയ്യാനും അതിനെല്ലാം ആണ് ആം ആദ്മി പാർട്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ആം ആദ്മി പാർട്ടിയുടെ എല്ലാ മത്സരാർത്ഥികളെയും നല്ല രീതിയിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ഞങ്ങളെ ഇവിടെ വളരാനും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ കൊടുത്തിരുന്ന വെൽഫെയർ മെഷേഴ്സ് എല്ലാം കറപ്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു ഫണ്ടിനും ഒരു കുറവുമില്ലാതെ, ഇപ്പൊ നമുക്കെല്ലാം അറിയാം 4 ലക്ഷം കോടി രൂപ കടത്തിലാണ് കേരളം നിൽക്കുന്നത്. അതിൽ നിന്ന് മുമ്പോട്ടൊരു കടത്തിലേക്ക് പോകാതെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യുവാനും ആ ഉള്ള ധനം ജനത്തിനു വേണ്ടി വിനിയോഗിക്കാനും തീർച്ചയായും ആം ആദ്മി പാർട്ടിക്ക് സാധിക്കും. കാരണം കറപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഷോർട്ടേജും ഇല്ല. അങ്ങനെ ഒരു കറപ്ഷൻ ഫ്രീ ഒരു നാളേക്ക് വേണ്ടി ആം ആദ്മി പാർട്ടി നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. താങ്ക് യു.